കണ്ടോ, അത് പുറമേ നോക്കുമ്പോൾ തനിയൊരു കോൺക്രീറ്റ് വീട്. മണിച്ചിത്രത്താഴ്. ഇത് മണിച്ചിത്രത്താഴാണല്ലേ? ഇതാണ് മണിച്ചിത്രത്താഴ്. എത്ര അടുക്കളയുണ്ട് മൊത്തം? 1, 2, 3, 4 4 അടുക്കളയുണ്ട്. പാചക രംഗത്തുണ്ടല്ലോ ഒരു വെള്ളയൊക്കെ ഇട്ട ഒരാള്, അത് ഭയങ്കര സംഭവമായിരുന്നു. ഇതൊരു ഐഡന്റിറ്റി ആയിരുന്നു, കാരണം ഇതൊരു ട്രെൻഡ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സർപ്പക്കാവ് അല്ലേ? ടേസ്റ്റ് കേട്ടോ ബിജു, പൊതി വരുന്നുണ്ടോ? ചെറുതായിട്ട് നമ്മൾ രണ്ടോടെ നോക്കാം കേട്ടോ. ഹായ് യദു ബ്രോ, ഹായ്, നമസ്കാരം. കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോട്ടയം യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രസിദ്ധനായ, അല്ലെങ്കിൽ പാചകകലയിൽ വളരെ പ്രസിദ്ധനായ ഒരാളുടെ വീട്ടുമുറ്റത്ത്, അതായത് തറവാട്ടുമുറ്റത്തായിട്ട് നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഇത് റോഡാണ്, ഒറ്റ അവിടെയാണ്. കോട്ടയം കുറിച്ചിത്താനത്ത് പഴയടം മോഹനൻ നമ്പൂതിരിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതാരാണെന്ന് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ ബിജു? ഈ കേരളത്തിലെ ഏകദേശം ഒട്ടുമിക്ക ആൾക്കാരും കഴിച്ചിട്ടുള്ള ഫുഡാണ്. അപ്പം ആ രുചി ഓർമ്മയുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മോഹനേട്ടനെ ഓർമ്മയുണ്ടാവും. കലോത്സവങ്ങളിലെ നിറസാന്നിധ്യമാണ്. കലോത്സവങ്ങളാണ്. മോഹനേട്ടന്റെ മകൻ യദു പഴയടം. യദുവിനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, രുചി ബൈ യദു പഴയടം എന്ന് പറഞ്ഞിട്ട് യദുവും മോഹനേട്ടനൊക്കെ പ്രസന്റ് ചെയ്യുന്ന, ആങ്കർ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അതിനകത്ത് നല്ല വെറൈറ്റി, നല്ല കിടലിന് ഐറ്റംസ് ഒക്കെ വരാറുണ്ട്. വിഭവങ്ങളാണെന്നുള്ളത് പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പ്രശ്നമൊന്നുമല്ല, ഗംഭീര ഭക്ഷണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ മോഹനേട്ടൻ്റെ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വെറൈറ്റി, ഞാനിതൊരു കേൾക്കാത്ത ഐറ്റമാണ്. അതെന്താണ് നമുക്ക് പിന്നെ പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ പഴയടത്തെ മനയുടെ മുൻപിലും ഉള്ളിലും കുറച്ച് കാഴ്ചകളുണ്ട്, പിന്നെ ഒരു സർപ്പക്കാവുണ്ട്. അത്തരം കുറച്ച് വിശേഷങ്ങളെ കാണിച്ചതിന് ശേഷം ഏകദേശം 300 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ അരയാലിന്. 300 വർഷത്തോളം പഴക്കമുള്ള കാര്യമാണല്ലേ? അപ്പൊ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. സംരക്ഷിച്ച് പിന്നെ കുറെ ജനറേഷനിലുള്ള ആൾക്കാര് അത് വളർച്ച മുഴുവൻ കണ്ട ഒരു വൃക്ഷമാണ്. നിന്നെ പോലെ കുറെ എണ്ണത്തെ കണ്ടതാ മോനെ. രുചികൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. അതെ, ഒരുപാട് വൈവിധ്യം. ഈ പാചകകല, അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന ആളുകളായിരുന്നു? അല്ല കേട്ടോ, അച്ഛൻ പല ജോലികളും അച്ഛൻ ചെയ്യും. അച്ഛനോട് നിങ്ങൾ അച്ഛനുമായിട്ടുള്ള ആ ഷോയ്ക്ക് ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ഇടയ്ക്ക് പല ജോലികൾ നോക്കിയിട്ട് അതൊന്നും ശരിയാവാണ്ട് വന്ന് അവസാനം വെറുതെ പാചകം ചെയ്തു തുടങ്ങി. അപ്പം അത് എങ്ങനെയോ സക്സസ് ആയി. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട്, ഞാൻ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്, എൻ്റെ ഓർമ്മ തൊട്ട് തന്നെ അച്ഛൻ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വിട്ട് പോകാനായിട്ട് തോന്നിയില്ല. അച്ഛൻ്റെ ഒപ്പം തന്നെ ഇവിടെ തന്നെ നിൽക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഈ പറഞ്ഞ ഭക്ഷണവും ഈ ആലും ഈ പഴയ മനയും ഇല്ലും. ഈ സ്ഥലത്ത് ബീജിയോ നിങ്ങൾ മറ്റേ പാട്ടിടണം കേട്ടോ. ഏതാ വേണ്ടത് ഞാൻ പറയാം. ഇത് താമസിക്കുന്ന വീട് തൊട്ടപ്പുറത്താണ്. അവിടെയാണ് നമ്മുടെ വീട്. നമ്മുടെ കുറച്ച് വീഡിയോയിലൊക്കെ മിക്കവാറും വീഡിയോയുടെ ഒക്കെ ഇൻട്രോയിലൊക്കെ പറയുന്നത് വീടിന് മുമ്പ് തന്നെയാണ്. അച്ഛന്റെ റെസിപ്പീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇല്ലത്തിന് മുമ്പ് വെച്ചത്. പക്ഷെ നമ്മുടെ ഈ ഇല്ലം ആരും അധികം നമ്മൾ പോലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ, ബ്രേക്കിംഗ് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ. ഇത് നമ്മളിപ്പോ പുറമേന്ന് ഈ ബിൽഡിംഗ് കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെന്ന്. പക്ഷേ ഇത് ഉള്ളില് 4 കെട്ടാണ്. അതെ, 4 കെട്ടാണ്. 4 കെട്ടാണ്. കുറേ വർഷങ്ങൾ, ഈ പറഞ്ഞ 300 വർഷത്തിന്റെ പഴക്കം ആലിന് പറഞ്ഞ പോലെ തന്നെ 300 മുകളിൽ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു പഴയ ഇല്ലമാണ്. അപ്പൊ ഇല്ലത്തിന്റെ മുൻഭാഗമൊക്കെ പണ്ടിങ്ങനെ പൊളിഞ്ഞു പോണ സമയമായപ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടൊക്കെ ഒന്ന് വാർത്ത് ഒന്ന് സെറ്റപ്പ് ആക്കി. എപ്പോഴും പഴയതുപോലെ നമ്മൾ അതുപോലെ തന്നെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വല്ലാത്തൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അത്ര വലുപ്പമൊന്നുമില്ലെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അത് പുറമേ നോക്കുമ്പോൾ തനിയൊരു കോൺക്രീറ്റ് വീട് അല്ലേ? ടൈലൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് പഴയ. ഇതാണ് ഉള്ളിലേക്ക് മാറിയപ്പോഴത്തേക്ക് അതിന്റെ കാഴ്ച മാറിയതുണ്ടോ? ഇത് കോൺക്രീറ്റ് വീടാണെന്ന് ഒരിക്കലും പറയാത്ത രീതിയിലല്ലേ ബിജു?
ഇത് എത്ര വർഷം മുമ്പ് ചെയ്ത വലിയ ഈ മുകളിലേക്കൊക്കെ ഈ ചിത്രപ്പണികളൊക്കെ 500 വർഷത്തിന് മുകളില് പഴക്കമുണ്ട്. ഈ നടുമുറ്റത്ത് മഴയൊക്കെ വീഴോ? മഴയൊക്കെ പെയ്യോ? അതാണ് ആ തുള അടച്ചു വെച്ചാൽ വെള്ളം ചുമങ്ങും. ഇവിടെ അത്യാവശ്യം ഇതാണ് നമ്മുടെ അപ്പു. കൈ ഒടിഞ്ഞു. പുള്ളി ഒന്ന് വീണ്ടിരിക്കുക. ചെറിയ കൈക്ക് ചെറിയൊരു ഹോട്ടല് വന്നപ്പോഴത്തേക്കും പുള്ളി ഇതിന്റെ ഉള്ളിൽ വീണതാ? ഇതിനകത്ത് വീണ വെല്ലിച്ചനാണ്. അതായത് വെല്ലിച്ചൻ സ്കൂൾ റിട്ടയർ ആയിട്ടുള്ള സ്കൂൾ അധ്യാപകനാണ്. ഞങ്ങളുടെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നോക്കുന്ന വെല്ലിച്ചൻ തന്നെയാണ്. വെല്ലിച്ചന്റെ വല്യമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. വെല്ലിച്ചന്റെ പേര് കേശവ നമ്പൂതിരി എന്നാണ്. ഇത് നമ്മുടെ അപ്പു നമ്പൂതിരി. ഇതാണ് ഞങ്ങളുടെ വരും കാല അപ്പു. എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആൾ അപ്പുവാണ് ഇവിടെ. ഇല്ലത്ത് ശരിക്കും അകത്ത് പൂജകളാണ്. അകത്ത് പൂജാമുറിയാണ് ഞങ്ങളുടെ ബാക്കിലുള്ളത്. വെല്ലിച്ചൻ തന്നെയാണ് അല്ലെ പൂജ കഴിക്കുന്നത്. ഇവിടെ ഒരു എന്താ പറയുക, മഹാവിഷ്ണുവിന്റെ സങ്കല്പത്തിൽ അകത്ത് പൂജയുണ്ട്. പുറത്തൊരു ഭഗവതി ഉണ്ട്, സർപ്പക്കാവുണ്ട്, ചെറിയൊരു സർപ്പക്കാവുണ്ട്. നമ്മൾ അടുത്ത കുറച്ച് നിങ്ങൾ കാണിക്കാം. അപ്പം ശരിക്കും വെല്ലിച്ചൻ തന്നെയാണ് എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തണം. പൂജ രാവിലെ മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്ത് ഭഗവതിക്ക് നേദ്യമുണ്ട് അല്ലേ? നമുക്ക് എല്ലാ ദിവസവും പൂജയുണ്ട്. എല്ലാ ദിവസവും വെള്ളിയാഴ്ചകളിൽ വിശേഷമായിട്ട് തന്നെ വിസ്തരിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അത്ഭുതം തോന്നുന്നുണ്ടല്ലോ. 500 വർഷം പഴക്കമുള്ള ഒരു തറവാട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു 500 വർഷം പഴക്കമുള്ള. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ആ വാതിലൊക്കെ പണിയിപ്പിച്ചത് എൻ്റെ മുത്തശ്ശൻ്റെ ജ്യേഷ്ഠനാണ്. മുത്തശ്ശന്റെ ജ്യേഷ്ഠൻ? അതെ, അല്ല, മുത്തശ്ശൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠൻ. അങ്ങനെയാണ് അടുത്ത തലമുറ ഇങ്ങനെ മാറിയാണ്. ഏകദേശം 500 വർഷത്തെ പഴക്കമുണ്ട്. ഞങ്ങളൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഇവിടെ ദിവസവും എല്ലാ ദിവസവും പൂജയുണ്ട്. കാരണം ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഇങ്ങനെ പൂജ വേണം നിർബന്ധമുണ്ട്. ഞങ്ങളത് ഇതുവരെയും ഫോളോ ചെയ്ത് വരികയായിരുന്നു. ഇതിൽ വന്ന് ഇപ്പം ഇത് അങ്ങനെ ഭാഗം ചെയ്ത് എൻ്റെ പേരിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഗ്രാൻഡ് മദർ മറ്റ് ആൺമക്കളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇവിടെ എന്നെ ദത്തെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ വസ്തു ഞങ്ങളുടെ കുടുംബത്തിൽ വന്നത്. ഞാൻ എരിവ് തുടങ്ങിയ ആളുകളുടെ പേരിൽ വന്നത്. അത് ഒരു 10-60 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്ത് മരമായിരിക്കും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടാവുക? തേക്ക് കൊണ്ട് ആഞ്ഞിലി. അതാണ് അത്രയും ലാസ്റ്റ് ചെയ്യുന്നത്. ഈട്ടിയാണ് ഇതൊക്കെ ആഞ്ഞിലി തടിയാ. ഇത് ഈട്ടിയാന്ന് തോന്നുന്നുണ്ട്. അത്രയും പഴക്കമുള്ളൂ. ഇതാണ് ശരിക്കും അറ. പക്ഷെ ഇത് ഈ പഴയ കാലത്തെ വീട്ടിൽ ചെതലിൻ്റെ ഒരു രക്ഷയില്ല, മുഴുവൻ പോയി ചെതലെടുത്ത്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ അറ പൊളിച്ചിട്ട് ആ പ്രത്യേക സ്ഥാനം നമ്മൾ മാർക്ക് ചെയ്തു. ഇതൊരു നിലവറ എന്ന് പറയും. ഇത്രയും ഭാഗം ഒരു കുഴിയായിരുന്നു. നെല്ല് സൂക്ഷിക്കുന്ന ഇവിടെയായിരുന്നു. ഇവിടെ തന്നെ ഇവിടം വരെ തട്ടുണ്ട്. അറാന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഇത്രയും പൊക്കമുണ്ട്. ഇത്രയും പൊക്കമുള്ള ഒരു അവിടെ താഴത്തേക്ക് ഒരു 2 അടിയും ആഴമുള്ള ഒരു കുഴിയാണ്. അപ്പൊ കട്ടിച്ച് നേരം നിൽക്കുക. നിലവറ എന്നാണ് പറയുന്നത്. ഈ ചെതല് കാരണം നമ്മളെല്ലാം പൊളിച്ചു കളഞ്ഞു. ചോദിച്ചിട്ട് ഈ തച്ചനുമായിട്ട് സംസാരിച്ചതിന് ശേഷം എല്ലാം പൊളിച്ചു കളഞ്ഞു. ഇതാണ് പഴയ വാതില്. ഇത് 500 വർഷം പഴക്കമുള്ള. ഒന്നും മാറ്റിയിട്ടില്ലല്ലോ. ഒന്നും മാറ്റിയിട്ടില്ല. വേറെ കാര്യമുണ്ട്, ഈ വാതിലുകൾക്ക് നല്ല കനമാണ്. ഒരു പാളി എടുക്കണമെങ്കിൽ അതിന്റെ സൂത്രപ്പട്ടിക നോക്കും. സൂത്രപ്പട്ടിക പറയുന്നത് അല്ലേ? അത് ഈ കനമുണ്ട്. അതെ, നല്ല കനമുണ്ട്. അതാ പറഞ്ഞ ഈ വാതിൽ അഴിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കണമെങ്കിൽ 4 പേര്. ഈ പഴയ വീടുകളിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ വാതിലുകൾ തുറക്കുന്ന ഒരു സൗണ്ട് ഇല്ലേ, ഭയങ്കര രസമാണ്. ഇത് വേണ്ടിട്ടാ, കള്ളൻ തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ കാണിച്ചത്. മണിച്ചിത്രത്താഴ്. ഇത് മണിച്ചിത്രത്താഴാണല്ലേ? ഇതാണ് മണിച്ചിത്രത്താഴ്. ഒന്നാമത് അതിൻ്റെ ആർട്ട്
ഭംഗിയാണ്. രണ്ടാമത് അതിൻ്റെ ഇത് അങ്ങനെ എളുപ്പത്തിലൊന്നും കയറിയില്ല, തുറക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ തന്നെ നല്ല ബലം വേണം. പുറത്ത് കിട്ടുന്ന മനുഷ്യർ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരുമാതിരിപ്പെട്ട പുതിയ വീടുകളിലൊക്കെ മനുഷ്യർ വെക്കാറുണ്ട്. പക്ഷെ ഇത് ആ പഴയ കാലത്തെ അങ്ങോട്ട് മാറ്റിയാണ്. 300-400 വർഷം മുമ്പ് അന്നത്തെ ആ ലോഹപ്പട്ടിയിൽ അന്ന് ചെയ്തെടുത്ത് മണിച്ചിത്രം കൂട്ടത്തിൽ കൂട്ടിയാൽ പിന്നെ പെട്ടാണ് പുറത്തിറങ്ങൂല. അപ്പോൾ നമ്മൾ പഴയടത്ത് മനയുടെ പുറകുവശത്ത് സർപ്പക്കാവിൻ്റെ അടുത്തെത്തിരിക്കുക. അപ്പോൾ കയറുമ്പോൾ ചെരുപ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സർപ്പക്കാവിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നു വനദുർഗ. ഭയങ്കര ആംബിയൻസ് ആണ്. ഓ ഇത് കല്ലുകളാണത്. പഴയ കാലത്ത് പണ്ട് ഇല്ലൊക്കെ ഉണ്ടായിരുന്നെ ഒരലൊക്കെ കണ്ട കാലം പറഞ്ഞു. ഇങ്ങനെ ഇരിക്കാണല്ലേ പിള്ളേർക്ക് കാണാൻ വേണ്ടിട്ട്. ഭഗവതിയാണ് വനദുർഗയുടെ ഒരു പ്രത്യേകത, ഓപ്പൺ സ്പേസിലാണ്. മഴ വെയില് ഒക്കെ കൊള്ളും, ഒരു പ്രശ്നമില്ല. എല്ലാം നമ്മുടെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഫാമിലി, ഈ ഭഗവതി ഇരിക്കുന്ന അവിടുത്തെ ഫാമിലിയിലേക്ക് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജി ഫോഴ്സാണ് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൽ. ഇതാണ് സർപ്പക്കാവ് അല്ലേ? പേരുണ്ട്. അങ്ങേറ്റം നാഗരാജാവാണ്. ഏറ്റവും അങ്ങേറ്റത്ത് നാഗരാജ. ഞാൻ കാണിക്കാം. ഫസ്റ്റ് അങ്ങേറ്റത്തുള്ള നാഗരാജാവ്. അടുത്ത രണ്ടെണ്ണം നാഗയക്ഷി. ഇത് രണ്ടുപേര്. അടുത്ത നാഗചാമുണ്ടി. പിന്നീടുള്ളത് ശരകൂടം, അതായത് സർപ്പങ്ങൾക്ക് താമസിക്കാനുള്ള വീട്, വീട് അങ്ങനെയാണ് പറയുന്നത്. ആണ്ടിലൊരു ദിവസം ഇവിടെ പൂജയുണ്ടല്ലോ. ഇവിടെ ഇത് എന്നും വിളക്ക് വയ്ക്കും എല്ലാ ദിവസവും. ആണ്ടിലൊരു ദിവസം ഇവിടെ പൂജയുണ്ടല്ലോ. ഇത് എന്നും വിളക്ക് വയ്ക്കും എല്ലാ ദിവസവും. ഇവിടുത്തെ ഒരു ആംബിയൻസ് കേട്ടോ, കാവെന്ന് പറയുമ്പോൾ ഒരു ആംബിയൻസ്. ഒരു ചരിത്രമുള്ള മരമാണ് ഇത് കേട്ടോ. ഇതല്ലേ ഈ വനദുർഗ എന്ന് പറയുന്ന ആ ദേവി പൂവം എന്ന മരത്തിന്റെ ചോട്ടിലിരിക്കുകയുള്ളൂ. പൂജയുടെ നിവേദ്യം പൂജ കഴിഞ്ഞിട്ട് നിവേദ്യം വെക്കുന്ന സ്ഥലം. അതായത് ഈ നേദിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഭഗവതിക്ക് ഭക്ഷണം ഉണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിച്ചവിടെ ഇടാം. അപ്പൊ ഇവിടെ ഈ അണ്ണാറക്കണ്ണന്മാര് പക്ഷികളൊക്കെ വന്ന് അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കല്ല് നിന്നിട്ട് വെക്കും. ഇതിപ്പോ തീരും. ഇതിപ്പോ നമ്മള് മാറി കഴിഞ്ഞാൽ തന്നെ വന്ന് ഫുൾ ഉണ്ടായിരുന്നു, അത് ഫുൾ കഴിച്ചു തീർത്താ. ഓ, ചുറ്റുമുള്ള ജീവികൾക്കെല്ലാം ഭക്ഷണമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പഴയടത്ത് മനയിൽ നിന്ന് ഇറങ്ങി സർപ്പക്കാവൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സർപ്പക്കാവല്ലേ പിഞ്ചു. പിന്നെ നമ്മൾ യദുവിൻ്റെ വീട്ടിലോട്ട് പോകണം, മോഹനേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം. നമുക്ക് അവിടുന്ന് നല്ലൊരു അടിപൊളി വിഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണണം. സ്പെഷ്യൽ റെസിപ്പി എന്നാ ആയിക്കോട്ടെ. വന്നിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് ഫുഡ് ഷൂട്ട് ചെയ്യാണ്ട് അത് കുറച്ചില്ല. അപ്പോൾ നമ്മൾ മോഹനേട്ടൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പഴയടത്തെ പാചകപ്പുര ഇവിടെ നിന്നാണല്ലേ ഭയങ്കര പാചകം അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഉണ്ടല്ലോ ഈ കൊറോണ വന്നപ്പോഴത്തേക്കും അടഞ്ഞു പോയി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കാൻ പോലും നമുക്ക് ക്ലീനിങ് സ്റ്റാഫ് പോലും നമ്മൾ വെച്ചിട്ടില്ല. അതെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. എത്ര പേരുണ്ടായിരുന്നു ഇവിടെ മൊത്തം? നമുക്കൊരു 30-35 സ്റ്റാഫ് റെഗുലർ ആയിട്ടുള്ള ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ വലിയൊരു സദ്യ ഉണ്ടാക്കി എത്ര പേർക്കുള്ള സദ്യയാണ്? കല്യാണം ഒരു വ്യക്തിയുടെ ഒരു ഇവന്റ് ആണെങ്കിൽ രവി പിള്ള സാറിന്റെ മോളുടെ മാരേജ് ആണ്, 25,000 പേർക്കാണ്.
10 കൂട്ടം പായസം അടക്കം 25,000 പേരെ ഇരുത്തി വിളമ്പി കൊടുത്തു. അത് 700 പേർക്ക് ഇരിക്കാവുന്ന 5 പന്തൽ, ഏകദേശം 3,500 പേർക്ക് ഒരു സമയത്തിരിക്കാവുന്ന രീതിയിൽ ഭക്ഷണം, പാചകവും വിളമ്പലും എല്ലാം 10 പായസം അടക്കമാണ് അദ്ദേഹത്തിന്റെ മോളുടെ മാരേജിന് വിളമ്പി കൊടുത്തത്. അദ്ദേഹത്തിന്റെ പല ഇവന്റ്സും നമ്മൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത്രയും ആൾക്കാരല്ല, കല്യാണം അതാണ് ഞങ്ങളുടെ ലൈഫിൽ. ഞാൻ 2017 കേരളത്തിലെ ഏകദേശം കൊല്ലം ആശ്രാമം ഗ്രൗണ്ട് ഫുള്ള് പന്തൽ കെട്ടിയിട്ടാണ്. ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിജിക്ക് ഞങ്ങൾ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. അന്ന് മോദിജിക്ക് നമ്മുടെ ഇലയിലുള്ള നമ്മൾ സദ്യ തന്നെയായിരുന്നു. ഇലയിൽ വിളമ്പി കൊടുത്തു. പരിപ്പ് പായസം, മടപ്രഥമനൊക്കെ കൊടുത്ത് 2 പായസം, പാൽപ്പായസം കൊടുത്തു. 3 പായസം ചേർത്ത് നമ്മൾ കോഴിക്കോട് അവരുടെ മറ്റേ നാഷണൽ കോൺക്ലേവ് നടക്കുന്ന സമയത്ത് ഇലയിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ആൾക്കാർ, എന്നെ മിക്കവാറും ആൾക്കാർ കളിയാക്കാം. നമ്മൾ സമയത്ത് വിളമ്പിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചീത്ത പറയാറുണ്ട്. അപ്പം നീ അവിടെ നിന്നെങ്കിലും നീ തെറിയേക്കാട്ടിരുന്നോ ചോദിച്ചു. ചീത്ത കേട്ടില്ല. നമ്മുടെ പഴയടം പാചകപ്പുരയിലേക്ക്. പാചകമല്ലേ ഇപ്പൊ നമ്മുടെ പാചകം മാത്രമേ പാചകം നടക്കുന്നില്ലെന്ന്. ഇന്നാള് നമ്മൾ വന്നപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു സദ്യ കഴിച്ചു. സാമ്പാർ കഴിച്ചിട്ട് ഞാൻ ജന്മത്ത് അത്രയും ടേസ്റ്റുള്ള സാമ്പാറും ബാക്കി കറികളൊന്നും കഴിച്ചിട്ടില്ല. എന്ത് ടേസ്റ്റാന്ന് അറിയോ? അത് നമ്മൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. ഇതാണ് പാചകപ്പുര അല്ലേ? ഒരു പാചകപ്പുര. നമ്മൾ പുറത്തേക്ക് ഭക്ഷണം എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കോവിഡ് കാരണം ഫുൾ ആൻഡ് സ്റ്റോപ്പ് ആയിപ്പോയി. അപ്പൊ അതിന്റെ കിച്ചൺ ആണിത്. പാക്കിംഗ് റൂം അപ്പുറമാണ്. കോൾഡ് റൂംസ് ഉണ്ട് അകത്ത്. എല്ലാ ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കൊക്കെ റെഗുലർ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ മുന്നേ വരെ അപ്പോൾ നമുക്ക് ഈ ഐറ്റം എഴുതിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആള് വന്ന് കുറച്ചെടുത്ത് പൊക്കോളൂ അല്ലേ? ഇതാണ് ഒരു കിച്ചൺ. കണ്ടോ, വലിയ ഓഡിറ്റോറിയം പോലെ അല്ലേ? അതെ അതെ, കിച്ചനാണ് ഓഡിറ്റോറിയം ആണോ? ഇത് ശരിക്കും വിറകടുപ്പ് ചെയ്യുന്ന അടുക്കളയായിരുന്നു. പറഞ്ഞ പോലെ പ്രോഗ്രാം വിറകടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മിനിമം 250 പേർക്കെങ്കിലും വെച്ചിട്ട് വിറക് ചെയ്തത് ആണ്. അതും ബുദ്ധിമുട്ടാവും. ഗ്യാസിലാണ് അത് ചെറുതൊക്കെ കംഫർട്ട്. അപ്പൊ അതും ഈ അടുക്കളയും വെറുതെ അടച്ചിട്ടേക്കാം. വേറെ അടുക്കളയുണ്ട്. എന്ത് വലിയ പാത്രങ്ങളാണ് നോക്കി. എനിക്ക് ഇങ്ങനെ പാത്രങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ടെൻഷനാവും. നമ്മള് ഒരളവിനപ്പുറത്തോട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും ഒരു വീട്ടിലൊരു 10 പേര് വന്നാൽ പോലെ എനിക്കൊരു ടെൻഷനാണ്. അരിച്ചെമ്പുകളൊക്കെ ആയിരിക്കുന്ന അരി, ഇതൊക്കെ 100 കിലോ അരി ഇടുന്ന ചെമ്പാണ്. 100 കിലോ അരി ഇടുന്ന ചെമ്പോ? 100 കിലോ അരി ഒരു സമയത്ത് കഴിക്കുന്നത്. അതായത് ഒരു സമയം ഒറ്റ പ്രാവശ്യം എടുത്ത അരി ഇട്ട് വാർത്തെടുത്ത് കഴിഞ്ഞാൽ 750-800 പേർക്ക് ഒരു സമയത്ത് കൊടുക്കാം. 1 മണിക്കൂർ കൊണ്ട് അരി വേവിച്ച് എടുത്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ അങ്ങനത്തെ ചെമ്പുകളാണ്. ഈ സ്കൂൾ കലോത്സവങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ. സ്കൂൾ കലോത്സവങ്ങൾക്ക് മോഹനേട്ടന്റെ ഭക്ഷണം 2 വട്ടം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ പാട്ട് പെർഫോം ചെയ്യാൻ പോയി? ഞങ്ങൾ പെർഫോം ചെയ്യുന്നു. ഞങ്ങൾ പേരെടുത്ത കലാകാരന്മാരല്ലേ? ആണല്ലേ? സോറി, അല്ല, പേരെടുത്ത നിങ്ങളുടെ കലാകാരന്മാരാണോ പേരെടുക്കുന്നത്? എത്ര അടുക്കളയുണ്ട് മൊത്തം? 1, 2, 3, 4 അടുക്കളയുണ്ട്. ഇത് മറ്റൊരു അടുക്കളയാണ് കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അടുക്കളയാണ്. അത്യാവശ്യം പെരുമാറ്റം നടക്കുന്ന അടുക്കളയാണ്. അതെ അല്ലേ? ഇത് വിറകടുപ്പിന്റെ അല്ല, ഗ്യാസാണ്. അപ്പൊ നമ്മള് ഇതാ പാചകപ്പുരന്ന് പുറത്തിറങ്ങിയപ്പം നേരെ ഈ പാചക രംഗത്തുണ്ടല്ലോ ഒരു വെള്ളയൊക്കെ ഇട്ടൊരാള്, അത് ഭയങ്കര സംഭവമായിരുന്നു. ഇതൊരു ഐഡന്റിറ്റി ആയിരുന്നു. ഇതൊരു ട്രെൻഡ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു മോഹനേട്ടൻ. സത്യം. കാരണം പാചകക്കാര് ഒരു പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അവർ നിവൃത്തിയുണ്ട്, നല്ല വസ്ത്രം ധരിക്കില്ല, നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള രീതിക്ക് പെരുമാറില്ല, ഒന്നുമില്ല, മുറുക്കി ചുമപ്പിച്ച് അങ്ങനെയൊക്കെ രീതിയാണ് പാചകക്കാരായ. അങ്ങനെയൊക്കെ ആവണമെന്ന് ഒരു ധാരണ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ടോട്ടൽ കൺസെപ്റ്റ് തന്നെ മാറ്റിക്കളയും. ഇപ്പൊ എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ്. പാചകക്കാർ മുഴുവൻ വൈറ്റ് ആൻഡ് വൈറ്റ്. 2000 ഞാനിപ്പോ വൈറ്റ് ആൻഡ് വൈറ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടൊരു ഈ 40 ദിവസം കഴിഞ്ഞപ്പോൾ 22 വർഷമായിട്ട് നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഉപയോഗിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. എത്ര നീറ്റ് ആയിരിക്കണം, അത്ര തെളിമയോടെ നിൽക്കണം. അല്ലാതെ നമ്മുടെ ഒരു പൊതുവെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, പെരുമാറുന്ന രീതി,
അതുപോലെ ഒരിക്കലും ഡെയിലി നഖം വെട്ടുക, ഇങ്ങനെ പണ്ട് അങ്ങനെ ശീലം പോലും ആൾക്കാർക്ക് അങ്ങനെ ഇല്ല. ഇപ്പം മോഹനേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, ശരിക്കും ബേസിക്കലി പാചക കൈപുണ്യം പാരമ്പര്യമായി കിട്ടിയ അങ്ങനെയൊന്നല്ല. വളരെ കാഷ്വലായിട്ട് ഈ രംഗത്ത് വന്ന ഒരാള് ഇതിന്റെ ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്ത അടികളിൽ ഒന്നാണ് ഇത്. അതിനകത്തൊരു ഒന്നൊന്നര പിടിച്ചു നിൽപ്പ് അല്ലേ? അതെന്താ ഇതിനകത്തോട്ട് വരാനുണ്ടായ ഒരു കാരണം? ഇവിടെ ഇരുന്ന സമയങ്ങളിൽ 90കളിലായിരുന്നു നമ്മൾ പൊതുവെ രംഗത്ത് പാചക രംഗത്ത് വന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നമ്പൂതിരിമാർക്ക് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ ശാന്തിക്ക് പോവുക, അല്ലെങ്കിൽ പാചകത്തിന് പോവുക. പക്ഷേ ശാന്തിക്ക് പോലത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്ഥലത്തും നമ്മൾ ആൾക്കാരെ കൺട്രോൾ ചെയ്യാം. പാചകരംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവന് സംതൃപ്തി കൊടുക്കുക. ഒരു പൂജാരിയെ സംബന്ധിച്ചുള്ള അവൻ്റെ മാനസികമായിട്ടുള്ള അവൻ്റെ ഉന്നമനം കൊടുത്തുകൊണ്ട് നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് നമ്മളവന് കൊടുക്കുക. പക്ഷേ ഈ പൂജയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ വരുന്നവൻ്റെ യോഗ അനുസരിച്ച് കാര്യം നടക്കുള്ളൂ. ഒരിക്കലും പൂജാരി വിചാരിച്ചിട്ട് ഒരാൾ നന്നാവില്ല അല്ലേ? അപ്പോൾ വരുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവൻ നന്നായിക്കൊള്ളുന്ന അവൻ്റെ വിഷയങ്ങൾ, അവൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളനുസരിച്ചിട്ട് അവന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല പൂജ എന്ന് പറയുന്നത്, ഒരിക്കലും റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല. അതൊരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൻ്റെ സമയമൊക്കെ നന്നായി വരുമ്പോൾ ചിലപ്പോൾ നന്നായി കിട്ടുമായിരിക്കും. പക്ഷേ പാചകം അങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച് 2 മിനിറ്റുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതിലേക്ക് മാറി മാറും. എത്ര ടൈപ്പ് പായസം ഉണ്ടാക്കും? നമുക്ക് 100 ഡേറ്റിൽ 100 തരം പായസമൊക്കെ ഉണ്ടാക്കുന്ന ഒന്നും പറയാനില്ല. ഇന്നത്തെ റെസിപ്പി എന്താന്ന് പറഞ്ഞോളൂ. ഇന്നത്തെ റെസിപ്പി സസ്പെൻസ് അല്ല, വെണ്ടയ്ക്ക മന്തി എന്ന് പറഞ്ഞ സാധനമാണ്. വെണ്ടയ്ക്കാണ് സാധനം. നിങ്ങൾ കുഴിമന്തി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, കുഴിമന്തി കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് അത് ചന്തയുടെ ഇന്ത്യയാണ്, മറ്റേ ഇതല്ല, ഇത് നന്ദിയുടെ ഇന്ത്യയാണ്. മന്ദാരത്തിന് ഇന്ത്യയാണ്. മനസ്സിൽ അല്ലല്ല. അപ്പൊ അതിന്റെ വെണ്ടക്കായെടുത്ത് വേവിക്കണം, വെണ്ടക്കയുടെ മുകളിൽ അരി കുഴി കുത്തണം അല്ലേ? നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലാത്ത 10 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി, അതും കൂടെ കാണാം നമുക്ക്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മോഹനേട്ടന്റെ വീട്. അതെ അതെ. ഈ വീഡിയോ നമ്മുടെ കുറച്ച് വീഡിയോകളിൽ, കുറച്ചല്ല മിക്ക വീഡിയോയിൽ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാറ്. റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. യദുവിന്റെ ചാനലിലെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വരുമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ഇത് നല്ലൊരു കുക്കാണോ? ഇത് നല്ലൊരു കുക്ക് പറയാം. ക്യാമറ മേലെ അപ്പോൾ നമ്മൾ 2ാമത്തെ തവണയാണ് നമ്മളിവിടെ പഴയടം മോഹനേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അന്ന് അന്നമ്മച്ചേടത്തേനെ കൊണ്ടുവന്നു, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വന്നു അമ്മച്ചിനെ കൂട്ടാട്ടത്. അതെ, നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഗുണം ഉണ്ടായിരുന്നു, കൈപ്പുണ്യത്തിന്റെ ഒരു രാജ്ഞി കൂടെ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കൈപ്പുണ്യം തീരെയില്ലാത്ത 2 പേരും കൈപ്പുണ്യത്തിന്റെ രാജാവുണ്ട്, കൈപ്പിന്റെ രാജാക്കന്മാര് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു വെറൈറ്റി ആയിട്ടാണെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ സംഭവം കേൾക്കുന്നത്. വെണ്ടയ്ക്ക മന്തി അല്ലേ? വെണ്ടയ്ക്ക മന്തി ഇതൊരു വെജിറ്റേറിയൻ വിഭവമാണ്, പക്ഷെ ചെട്ടിനാട് വിഭവമാണ്. ചെട്ടിനാട്ടിൽ പൊതുവെ പ്രചാരത്തിലുള്ള ഒരു വിഭവമാണ്. നാടൻ അല്ല, നമ്മുടെ നാടനല്ല. പക്ഷേ ഇതൊരു കുറച്ച് തിക്ക് ഗ്രേവിയാണ്. ചോറിന്റെ സൈഡ് ഡിഷ് ആയിട്ട് വിളമ്പാൻ പറ്റും. ചപ്പാത്തി അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ പൂരി ഇത്രയും കറികൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഐറ്റംസിൽ ചെട്ടിനാട് വിഭവങ്ങൾ ഇതൊക്കെ മോഹനേട്ടൻ പഠിക്കുന്നത് എങ്ങനെയാണ്? പൊതുവെ നമുക്ക് യാത്രകൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് റെഫർ ചെയ്യാറുണ്ട് കുറേയൊക്കെ. ഈ മറ്റേ വെജിറ്റേറിയൻ ഡിഷസ്, ഈ ചൈനീസിനോട് താല്പര്യമില്ല. അല്ലാണ്ട് നാച്ചുറലായിട്ട് വരുന്ന ഇത്തരം വിഭവങ്ങൾ പരമാവധി പഠിക്കണം എന്നൊക്കെ ഇതിൽ കുറേ യാത്രയായിട്ടുണ്ട്. മോഹനേട്ടന്റെ വീട്ടിൽ വന്നിട്ടുള്ള പ്രധാന കാരണം കുക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെയാണ്. അതിനകത്ത് ഈ ഉരുളി വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഈ കഴിഞ്ഞ ദിവസം കമന്റ് ഉണ്ട്, ഉരുളി ഒന്ന് പറയാനാണ് കമന്റ് ചെയ്യുന്നത്. താരമാണ് ഇത്, ചില്ലറക്കാരാണ്. ഇതിന് 11 കിലോയോളം തൂക്കമുണ്ട്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വരണമെങ്കിൽ ജിമ്മിൽ പോകുന്ന ഒരു എഫക്ട് കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. ഇനി മോഹനേട്ടന്റെ സ്റ്റവ് കത്തിച്ചതായി തുടങ്ങാൻ പറ്റില്ല, കാരണം ഈ സാധനം ചൂടായി വരണമെങ്കിൽ സമയം എടുക്കും. അപ്പൊ നമുക്ക് കുറച്ച് കഥയോടെ പറയാം. എനിക്ക് മോഹനേട്ടന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എന്താ അറിയോ? മണത്താണ്. ഉപ്പിന്റെ അളവ് പോലും മണത്താണ് മോഹനേട്ടൻ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാ അത് കണ്ടുപിടിക്കുന്നത്? എക്സ്പീരിയൻസ് ഉണ്ട്, കിട്ടുമല്ലോ. ഉപ്പിന്റെ ഒക്കെ മണം എങ്ങനെ കിട്ടും? അത് ഈ നമുക്കൊരു ഈ ഇതിൻ്റെ അകത്ത് ഉപ്പുണ്ട്, മുളകുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഉപ്പും മുളകും എല്ലാം കൂടി ചേർന്ന് വന്നു കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് അതിൽ സ്മെല്ലിൽ അറിയാതെ കൂടി പോകുമ്പോൾ വേറെ സ്മെല്ല് വരും. സോറി, അതൊരു എങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. 30 വർഷത്തോളം, ഞാൻ 30 വർഷത്തോളമായി. പിന്നെ ഒരുപാട് വലിയ മെഗാ ഇവൻറ്റ്സ് ചെയ്തിട്ട്
എനിക്ക് ചെറിയ ഷർട്ട് കണ്ടു ഇപ്പോഴാണ് പതുക്കെ ഒന്ന് ചൂടാവണമെന്ന് ആലോചിച്ചിടങ്ങി. നമുക്ക് ആദ്യം ഒരു വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു. വെളിച്ചെണ്ണ ആവശ്യത്തിന്. അപ്പം നമുക്കിതിൽ കടുകല്ല ആദ്യം ഇടുന്നത് ഉലുവയാണ്. ഒരു ചെറിയ അതായത് എന്താ ഒരു 1/2 ടീസ്പൂൺ ഒരു പിഞ്ച് നമ്മൾ ഒരു അര ടീസ്പൂൺ. ഇനി നമ്മളിതിൽ ഉഴുന്ന് പരിപ്പ് അതും 1 ടീസ്പൂൺ ഇട്ടു. കടുക് മൂന്നാമനാണ്. കടുക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അല്ല കടുക് മുളക് ആദ്യം ഇടുക. മുളക് കരിവേപ്പില മുളകും വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി അല്ലിയാണ് അത് നല്ലോണം അരിഞ്ഞ് വെച്ചത്. ഇതിലേക്ക് വാഴ്ത്താം. നല്ല ചൂടായിട്ട് ലേശം കൂടി എണ്ണ കഴിക്കാം. ഒരു മയം എണ്ണ കൂടി. പച്ചരി വടത്തിലിട്ടതിൻ്റെ കാടിയാണ്. അരിയുടെ വെള്ളമാണ്. അരി കഴുകിയ വെള്ളം. ഈ വെള്ളത്തിലാണ് നമ്മൾ ഇതിലൊരു 100 ഗ്രാം ചെറിയുണ്ട് ഒരു ചെറിയ എന്താ നെല്ലിക്ക വലിപ്പം പുളിയുണ്ട്. ഈ പുളി പിഴിയുന്നത് ഈ അരി കഴുകിയ വെള്ളത്തിൽ. കൊഴുപ്പ് കിട്ടാനാണോ അങ്ങനെ ചെയ്യുന്നത്? കൊഴുപ്പ് കിട്ടാനല്ല, ഈ ഇതിൻ്റെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് വരാതിരിക്കാൻ. ഓ അങ്ങനെ 4 പച്ചമുളക് അതിങ്ങനെ നെടുക കീറുതാണ്. നല്ല പച്ചമുളക് 4 എണ്ണം. പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കണ്ടാൻ അങ്ങോട്ട് വാടിയിട്ട് ഇതിങ്ങനെ ഈ വെണ്ടയ്ക്കയുടെ കൂട്ടത്തിൽ തന്നെ ഈ പച്ചമുളകും കിട്ടണം. അതുപോലെ അതിനുണ്ട് ഇങ്ങനെ ചെയ്യാം. മുളക് ഇത്രയും വാടിയാണ്. മുളക് എത്രയും വാടിയാ. ഇനി നമുക്ക് തക്കാളിക്ക് ഇടാം. അരിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതെനിക്കൊരു ഓസ്ട്രേലിയൻ ഷെഫുണ്ട്, പ്രിൻ്റോ എന്നുണ്ട്. അയാളൊരു കത്തി കൊണ്ട് തന്ന. ക്യാമറ ഒക്കെ നിങ്ങൾ ഇടുന്ന ബാഗില്ലേ, അതുപോലെ കത്തി ഇടാൻ വേണ്ടി തന്നെ ഒരു ബാഗും കൊണ്ട് തന്നു. കല്യാണരാവിൻ്റെ ദിലീപ് ഇറങ്ങണമല്ലോ നമ്മുടെ ബാഗൊക്കെ തളച്ചിട്ട്. മുളക് പൊടി ഇടാം. ലേശം മുളക് പൊടി 2 ടീസ്പൂൺ. ഞങ്ങൾ കൃത്യമായിട്ട് ടീസ്പൂൺ തന്നെ മേടിച്ച് വെച്ചേക്കണം. സ്പൈസി ആണോ ഈ വിഭവം? ഇതൊരു കുറച്ച് സ്റ്റിക്കിയാണ്, കുറച്ച് സ്പൈസിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും നൂല്. അതുകൊണ്ട് ചിലർ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി അത് ഫ്രൈ ചെയ്തൊക്കെ ഇടും. അങ്ങനെയാണോ മോനെ? ഇല്ല, ഫ്രൈ ചെയ്യണ്ട. നമ്മൾ ലേശം എണ്ണയ്ക്കകത്ത് വഴറ്റിയാൽ മതി. വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം മാറി കിട്ടും. പിന്നെ ഇതുപോലത്തെ നാടൻ എന്താ പറയുക സുന്ദരമായിട്ടുള്ള ഐറ്റംസ് ഇല്ല, നമ്മുടെ തനിനാടൻ ഐറ്റംസ് ഒക്കെ കാണണമെങ്കിൽ ഇതുകൊണ്ട് ചാനലിൽ വന്നാൽ മതി അല്ലേ? രുചി ബൈ ഏതോ പഴയ. അതെ, ക്രെഡിറ്റ്സ് ഗോസ് ടു മോഹൻ പഴയടം. പഴയടം എന്നുള്ളൊരു ഒരു വലിയൊരു കൺസെപ്റ്റാക്കി മാറ്റണം എന്നുള്ള പ്ലാനുണ്ട്. അതുപോലെ തന്നെ ഇനി വരും കാലങ്ങൾ റെസ്റ്റോറൻറ്റ് തിരുവല്ലയ്ക്കടുത്ത് പഴയടം രുചി എന്ന് പറഞ്ഞ പേരിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം. നല്ല നാടൻ, നല്ല നമ്മളെ സുന്ദരമായിട്ടുള്ള മോഹൻ നമ്പൂതിരി ടച്ചുള്ള സദ്യ കിട്ടണമെങ്കിൽ അവിടെ കയറി കഴിച്ചാൽ മതി. നമ്മുടെ കോട്ടയത്ത് അർക്കേഡിയ ഇപ്പം ഏറ്റെടുത്തിട്ടുണ്ടല്ലേ? കോട്ടയത്തല്ല, ഇത് തന്നെ ഈ ഇടിഞ്ഞല്ലത്ത് അതാണ് ആർക്കാഡിയയുടെ. ഇനി എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു, ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ പറയുന്നുണ്ട് കേട്ടോ. അരിയുടെ വെള്ളത്തിൽ പുളി വെച്ചിട്ടുണ്ടായിരുന്നു, അരിക്കാം. അത് അരിച്ചങ്ങോട്ട് ഒഴിക്കാം. വെള്ളം ഉപ്പല്ലേ?
നമുക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ വെച്ച് ഈ പ്രധാന ഒരു ഐറ്റം ചേരാൻ തേങ്ങാപ്പാൽ അല്ലേ? തേങ്ങാപ്പാലം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തീർന്നു. അതങ്ങ് ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഇച്ചിരി ചില വെളിച്ചെണ്ണ കൂടെ അങ്ങ് തളിച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷനിലാണ്, വേണം നിർബന്ധമില്ല. ഇപ്പോൾ അത് നല്ല കളറൊക്കെ നല്ല സെറ്റായിട്ടുണ്ടല്ലേ മിഞ്ചു? വേറൊരു കളറായി. ആദ്യമായിട്ടാണ് വെണ്ടയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നു കേൾക്കുന്നത്. അപ്പോൾ നമുക്കിത് എപ്പോഴാണ് ടേസ്റ്റ് ചെയ്ത് പറ്റാം? ഇപ്പോൾ കഴിക്കണോ അതോ ചോറിനോടെ കഴിക്കണോ? ടേസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങ് നോക്കാം അല്ലേ? ടേസ്റ്റ് കേട്ടോ മിഞ്ചു? കൊതി വരുന്നുണ്ടോ? ചെറുതായിട്ട് നമ്മുടെ എൻ്റെ ഇവിടെ നോക്കാം കേട്ടോ. സ്പൈസി ആയിരിക്കും. ആ പുളി കൂടെ ചേരുമ്പോഴാണ് അതിന് പുളിയും തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോൾ ഒരു സവിശേഷം വരും. ഇതൊരു കഴിക്കാത്തൊരു രുചിയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇച്ചിരി കഴിച്ചു നോക്കിയറിയാം. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ആ പുളിയാണ് കേട്ടോ രസം. വെണ്ടയ്ക്ക് ഈ ടേസ്റ്റ് കഴിച്ചില്ല. വെണ്ടയ്ക്ക് ഇങ്ങനെ അധികം കൊഴുപ്പ് നിൽക്കുന്നില്ല. കൊഴുപ്പ് ആ പുളി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ അരി കഴിക്കാൻ ഒട്ടും കൊഴുപ്പ് നല്ല കറുമുറും തന്നെ രീതിയിൽ കടിച്ച് തിന്നാനുണ്ട്. വെണ്ടയ്ക്ക് ആ പാകത്തിൽ തന്നെയുണ്ട്. ഫുള്ളാട്ടോ പിഞ്ചു? പിഞ്ചിന് വേണ്ടേ? ഞാൻ കഴിച്ചോളാം. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിന്റെ മേളിലോട്ടൊന്നും പറയാൻ ആർക്കും ഇല്ല. നല്ല ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവട്ടെ. അനുഗ്രഹം കിട്ടി. അപ്പൊ നല്ല രുചി കാണാൻ പറ്റി, നല്ലൊരു ഇല്ലം കാണാൻ പറ്റി. അപ്പം കണ്ടോ നല്ല അടിപൊളി വെണ്ടയ്ക്ക മന്തി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതുകൊണ്ട് വേണമെങ്കിൽ പിഞ്ച് കുറച്ച് പാഴ്സൽ എടുത്തോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെ നമ്മൾ രണ്ടുപേരും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. പിന്നെ നമ്മുടെ അമ്മ വീഡിയോ വന്നിട്ടുണ്ട്, അമ്മ ചാനലിൽ വന്നിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ. അമ്മ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒത്തിരി വീഡിയോകളൊക്കെ വന്നിട്ടുള്ളതാണ്. വീഡിയോ വരാതിരിക്കുന്ന ഒരാളാണ് പാതി ഭാഗം അമൃത. പിന്നെ നമ്മൾ അപ്പുവിനെ കണ്ടല്ലോ, ഇതാണ് ഇവരുടെ രുചി ഫാമിലി. മോഹനേട്ടന്റെ കുടുംബം ഇതാണ്. അതെ അതെ. അപ്പൊ നമ്മള് ഊണ് കഴിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടെ നല്ല കണ്ടോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതുണ്ടോ മാമ്പഴത്തിന്റെ ഇതുണ്ട്, കാണുമ്പോൾ തന്നെ മാമ്പഴ പച്ചടി. മാമ്പഴ പച്ചടിയാണത്. ഇതൊരു മാങ്ങാണ്ടി പിന്നെ ബാക്കി കുറച്ച് അരപ്പ് മാത്രമേ കിട്ടുള്ളൂ. വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കണം, നല്ല ടേസ്റ്റ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആ വീഡിയോ വരുന്നുണ്ട്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ പൊന്നെ, എന്താ ടേസ്റ്റ്. വെടിക്കെട്ട് ഐറ്റം ആണെങ്കിൽ ആ ചാനലിൽ തന്നെ വേണം കേട്ടോ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ ഞങ്ങളൊരു ടേസ്റ്റി ഇതിലോട്ട് കഴിക്കട്ടെ.